ധന്യ, ഇസ്രായേൽ ഹമാസ് വിഷയം ഇപ്പോഴും ചർച്ചയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ അറിയിച്ചത് ബന്ദികളെ കൈമാറിയാൽ ഈ ഹമാസ് നേതാവ് യഹ്യ സിൻവാന് പോകാൻ പറ്റും, വിട്ടു പോകാൻ പറ്റും എന്നൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇത് അവർ കൈക്കൊള്ളുമോ? ബന്ദികളെ കൈമാറുമോ? അതോ ഇതിന് കോംപ്രമൈസിന് തയ്യാറാവാതെ അവർ ഇനി യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങാനാണോ സാധ്യത? എനിക്ക് തോന്നുന്നു അത്തരത്തിലൊന്നും ഇസ്രായേൽ ഒരു നടപടി സ്വീകരിക്കാൻ സാധ്യതയില്ല. ഹമാസ് മേധാവിയെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിന് ഇസ്രായേൽ തയ്യാറാവില്ല. മാത്രമല്ല, ഈ യഹ്യ സിൻവ മുന്നറിയിപ്പ് കൊടുക്കുന്നത് അൽ അക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുമെന്നും ഇസ്രായേലിനെ പലസ്തീൻ മണ്ണിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് പുതിയതായി വന്ന ഹമാസ് മേധാവി പറയുന്നത്. അതായത് ഇവർക്ക് പലസ്തീനെ ഒരു പരമാധികാരി സ്വതന്ത്ര രാഷ്ട്രമായി കിട്ടണം, എന്നിട്ട് ഇസ്രായേലിനെ അതിൽ നിന്ന് പുറത്താക്കി ഇവർക്ക് അവിടെ ഒരു ഭരണം കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. അതിന് ഇസ്രായേൽ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഇസ്രായേൽ ഇനിയും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നാൽ ഈ ചില അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ നേരത്തെ ഒരു ഭീഷണി ഇസ്രായേലിന് നൽകിയിരുന്നു. ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണമെന്ന് അമേരിക്ക പറയുകയും ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയോ ചൈനയോ വടക്കൻ കൊറിയയോ നേരിട്ടെത്തിയാൽ രംഗം മാറുമെന്നൊക്കെ നേരത്തെ ഇറാനും ഇത്തരത്തിൽ ഇസ്രായേലിനൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് ഈ UN പറയുന്നത്. മാത്രമല്ല, നീതീകരിക്കാനാവാത്ത കുറ്റമാണ് ഇസ്രായേൽ ചെയ്തതെന്നും സിവിലിയൻ കുരുതിയെ നിരാകരിക്കുന്നതായും അമേരിക്ക പറയുന്നുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ ഗൾഫ് രാജ്യങ്ങളും മുന്നോട്ട് വന്ന സ്ഥിതിക്ക് യുദ്ധം ഇനി ഏത് തലത്തിലേക്ക് പോകും? കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്താണ് ഗാസയിലെ പോളിയോവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ഗാസയിൽ ആഹാരം പോലും ലഭിക്കാത്ത എത്ര കുഞ്ഞുങ്ങളാണ് അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പോളിയോ കൊണ്ടുവരുന്ന ഡ്രൈവർമാരുടെ വേഷത്തിൽ കടന്നുകൂടുകയും ഇസ്രായേലിന് നേരെ ആക്രമണം ചെയ്യുകയും അവർ ആ അതിർത്തി അടയ്ക്കുകയും ഈജിപ്റ്റ് ഇപ്പോൾ ഗാസയിലേക്ക് ആഹാരം എത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഹമാസ് എത്രത്തോളം ക്രൂരത കാണിക്കുന്നു? ഹമാസിന്റെ തുരങ്കത്തിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇരുമ്പ് കൊണ്ടുള്ള തുരങ്കം, ചോരപ്പാടുകൾ, സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മൂത്രം കുപ്പിയിലാക്കി, പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി വച്ചിരിക്കുന്നു. ഇരുമ്പ് വാതിലുകളാണ്. അതായത് ഒരു മനുഷ്യൻ ഈ കിട്ടുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്ന പണമെല്ലാം ഈ തുരങ്കത്തിന് വേണ്ടിയുള്ള നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഇസ്രായേൽ സ്കൂളിൽ ആക്രമണം നടത്തി, ആശുപത്രിയിൽ ആക്രമണം നടത്തി എന്നെല്ലാം വാർത്തകൾ പുറത്തു വരും. ഇസ്രായേലിനെ അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഇങ്ങനെ ക്രൂരരായി ചിത്രീകരിക്കും. പക്ഷെ അതെല്ലാം ഈ സ്കൂളും ആശുപത്രിയെല്ലാം കേന്ദ്രീകരിച്ച് ഈ ഹമാസിന്റെ ആൾക്കാർ അവിടെ ഒളിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ആ ആക്രമണം അവിടേക്ക് നടത്തേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ഒരു ആക്രമണം നടത്തുമ്പോൾ അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാനായി ഇസ്രായേൽ തിരിച്ച് ഹമാസിന് നേരെ ആക്രമണം നടത്തുമ്പോൾ റോക്കറ്റ് ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ വിക്ഷേപിക്കുമ്പോഴാണ് പാവം സിവിലിയന്മാരൊക്കെ അല്ലെങ്കിൽ ഈ ജനങ്ങളൊക്കെ മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ പറയുമ്പോൾ പലസ്തീന് വേണ്ടി ഘോര പ്രസംഗിക്കുന്നവരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരുമെന്നും ഈ ഇസ്രായേലിലെ ജനത്തെയോ അല്ലെങ്കിൽ ഇസ്രായേൽ മരണപ്പെട്ടവരെയോ കാണുന്നില്ല. അതെ, എത്ര സൈനികരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ അവരെയൊന്നും ഇവരാരും കാണുന്നില്ല എന്നുള്ളതാണ്. ഹമാസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഒരു പലസ്തീൻ, ഒരു തീവ്രവാദ സംഘടന ഒരു രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുന്നു, സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച് അതിന്റെ പരമാധികാരം അവർക്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ ആ രാജ്യത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഹമാസ് തീവ്രവാദികൾ ആഗ്രഹിക്കുന്നത് ഈ അവസാനത്തെ ജൂതനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവരെ ഹമാസ് തീവ്രവാദത്തെ അടിച്ചമർത്തുക എന്നത്, അല്ലാതെ പലസ്തീനിലെ ഗസയിലെ ജനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുക എന്നോ ആൾക്കാർ ഗാസയെ തീർക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇസ്രായേലിനില്ല. ഇസ്രായേലിന് ആവശ്യം അവർക്ക് സമാധാനത്തോടെ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് തീവ്രവാദത്തെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഗസയിലെ ജനങ്ങളോ പലസ്തീനോ ഒന്നും അവരുടെ ലക്ഷ്യമായിട്ട് തോന്നുന്നില്ല. പകരം പലസ്തീനല്ല, അത് നമുക്ക് ഹമാസ് തീവ്രവാദികൾ എന്ന് തന്നെ പറയണം. പലസ്തീൻ എന്ന വാക്ക് പോലും നമുക്ക് ബൾക്കായിട്ട് അവരെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഈ ഹമാസിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ ജൂതനെയും ഇല്ലാതാക്കുക. ജൂതന്മാരില്ലാത്തൊരു ലോകമാണ് അവർ സ്വപ്നം കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കാൻ ജൂതനും
ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും എല്ലാവർക്കും ഒരേപോലെ അധികാരമുള്ളവരാണ്. പക്ഷേ പറഞ്ഞാൽ തലയ്ക്ക് താമസമുള്ളവർ ഈ തീവ്രവാദികളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മതം കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മതമാണെല്ലാം, ആ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏത് തരത്തിലും ജനങ്ങളെ ഉപദ്രവിക്കുക, തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് തീവ്രവാദികൾ പിഞ്ചു കുട്ടികളുടെ കയ്യിൽ ലഞ്ച് ബോക്സ് ബോംബ് കൊടുത്തിട്ട് അതൊക്കെ പൊട്ടിത്തെറിക്കുന്ന. കാരണം അവരുടെ മനോഭാവം അങ്ങനെയാണ്. ഏത് തരത്തിലും അവർ ലക്ഷ്യം വെക്കുന്നവരെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു സഹകരിച്ചുള്ള രക്ഷാദൗത്യത്തിനാണ് UAE നേതൃത്വം നൽകുന്നത്. ഈ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുകൊണ്ട് ഗുരുതരമായി പരിക്കേറ്റ 97 പേർക്ക് പുറമെ നിരവധി അർബുദ രോഗികളെയും അബുദാബിയിലെത്തിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവരെയൊക്കെ അവർ രക്ഷിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിൽ ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 100ഓളം പേരെയാണ് വിമാനമാർഗം ചികിത്സയ്ക്ക് അബുദാബിയിൽ എത്തിച്ചു. ഇപ്പൊ ഈ വാർത്തയിൽ വരുമ്പോ എന്താണ്, ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തി, ഇത്രയും ആൾക്കാരെ അവർക്ക് പരിക്ക് പറ്റി, ഇത്ര പേർ മരിക്കുന്നു. ആകെ 252 പേരെയാണ് UAEയുടെ ഗസ സഹായ ദൗത്യത്തിന്റെ ഭാഗമായി അബുദാബിയിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അബുദാബി അവരെല്ലാം സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഇതിലും ഇസ്രായേൽ തന്നെയാണ് കുറ്റക്കാരായിട്ട് പുറത്ത് അറിയപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നു? അപ്പൊ അവർക്ക് ഗാസ ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. കാരണം ഹമാസിന്റെ ഒരു കടന്നുകയറ്റം, ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണം ഒക്കെ കൊണ്ട് ഗാസ ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ പല കെട്ടിടങ്ങളും ആക്രമിക്കപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഏകദേശം 1500ഓളം കുട്ടികളാണ് ഇപ്പൊ സ്കൂൾ തുറന്ന സമയത്ത് 750 അധ്യാപകരും 1500ഓളം കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട്. ഈ ബോംബും രാസവസ്തുക്കളും കൊണ്ട് ഇനി എന്തൊക്കെയുള്ള രോഗങ്ങളാണ് അവിടെയുള്ളവർക്ക് വരാൻ പോകുന്നതെന്നറിയില്ല. പൂർണ്ണ ഗർഭിണികളുണ്ട്. ആശുപത്രിയിൽ ചികിത്സയ്ക്കുള്ള അത്യാവശ്യ സാധനങ്ങളില്ല, വെള്ളം കിട്ടാനില്ല, ആഹാരം കിട്ടാനില്ല, അവശ്യ സാധനങ്ങൾക്ക് വരെ അവിടെ ക്ഷാമമാണ്. അപ്പോൾ ഗാസ മുഴുവനായും ഒറ്റപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസ് തീവ്രവാദികളുടെ ഈ കടന്നുകയറ്റം തന്നെയാണ് ഗാസ ഇങ്ങനെ ഒറ്റപ്പെടാനുള്ള കാരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കേരളത്തിലിരുന്ന് പലസ്തീന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ എന്തർത്ഥത്തിലാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്നും ഇസ്രായേൽ പലസ്തീനിൽ നിന്ന് പലായനം ചെയ്യണമെന്നും ഒക്കെ പറയുന്നതിൻ്റെ ഒരു ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ഹമാസ് തീവ്രവാദികളെയാണ്. ഹമാസിനെ മുച്ചോട് മുടിക്കുക, അവരെ ഒന്നടങ്കം തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിച്ചത് തന്നെ. പക്ഷേ അപ്പോഴും പലസ്തീന് വേണ്ടിയാണ്. ഗാസയിലെ ജനങ്ങളുടെ ദുഃഖം കാണുന്നില്ല, അവരുടെ വേദനകൾ കാണുന്നില്ല, അവരുടെ ഇല്ലായ്മകൾ അറിയുന്നില്ല. ആക്രമണത്തിൽപ്പെട്ടവരെ അബുദാബിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയതല്ല, അത് ഇസ്രായേലിലെ റമോൺ വിമാനത്താവളം മുഖേനയാണ് അവർ കൊണ്ടുവന്നത്. അപ്പൊ ഇസ്രായേൽ അത് അനുവദിച്ചിട്ടല്ലേ ആ വിമാനത്താവളം വഴി കൊണ്ടുപോകാൻ? അതെ, തീർച്ചയായിട്ടും ഇസ്രായേൽ എല്ലാ കാര്യത്തിനും പൂർണ്ണ പിന്തുണ നൽകുമ്പോഴും ഹമാസിന്റെ കേന്ദ്രങ്ങൾ ചുട്ടുചാമ്പലാക്കുക, ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക, ഹമാസിനെ പൂർണ്ണമായും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുക, ഇത് തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. ഈ ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ഈ ഗാസയിൽ ഇനി അല്ലെങ്കിൽ ഈ ഹമാസ് മേധാവി ഇനി യഹ്യ സിൻവാറിന്റെ മുന്നറിയിപ്പിനി എന്തൊക്കെയായിരിക്കും? ഈ പലസ്തീനുമായി സ്വതന്ത്ര രാഷ്ട്രം കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാവുമോ? എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ അത്തരമൊരു കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുമെന്നോ അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനമായും സുരക്ഷിതമായും ജീവിക്കണമെങ്കിൽ ഈ യുദ്ധം അവസാനിച്ചേ മതിയാകൂ. മാത്രമല്ല ഈ തീവ്രവാദികളെ ഒന്നടങ്ക് തുടച്ചു നീക്കിയാൽ മാത്രമേ ഇസ്രായേൽ ജനതയ്ക്കായാലും ഒരു സമാധാനപൂർവ്വമായി മാത്രമല്ല ഗാസയിലെ ജനങ്ങൾക്ക് പാലസ്തീനിൽ എല്ലായിടത്തും സമാധാനമായി ജീവിതം പോലെ തീവ്രവാദത്തെ മുച്ചോടം മുടിച്ചേ മതിയാകൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള നെതന്യാഹുവിന്റെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് കൃത്യമായ വിജയത്തിലേക്ക് എത്തട്ടെ. കാരണം തീവ്രവാദത്തെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിന് ലോകരാജ്യങ്ങളുടെ കൂടി പിന്തുണ അവർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.